മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ കോടികൾ വിലമതിക്കുന്ന BSNL കെട്ടിടങ്ങളും ഭൂമിയും കാടുകയറി നശിക്കുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥല സന്ദർശനം നടത്തി. ഡീൻ കുര്യാക്കോസ് MP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കെട്ടിടങ്ങളുടെ അവസ്ഥ പരിശോധിച്ച് വിലയിരുത്തൽ നടത്തിയത്. മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ BSNL കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാടുകയറി നശിച്ചു പോകുകയാണെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് MP-യുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ജനപ്രതിനിധികൾ, BSNL ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. നഗരസഭാ അതിർത്തിക്കുള്ളിൽ 5 പ്രോപ്പർട്ടികളിലായി ഏകദേശം 10 ഏക്കർ സ്ഥലവും നിരവധി കെട്ടിടങ്ങളുമാണ് BSNLന്റെ ഉടമസ്ഥതയിലുള്ളത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലാണെങ്കിലും ഭൂരിഭാഗം കെട്ടിടങ്ങളും നവീകരിച്ചാൽ സർക്കാർ ആവശ്യങ്ങൾക്കും പൊതുസേവന സ്ഥാപനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ലീസിനോ വാടകയ്ക്കോ നൽകാൻ BSNL തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൊതുമുതൽ നശിക്കാൻ അനുവദിക്കില്ലെന്നും കെട്ടിടങ്ങൾ സംരക്ഷിച്ച് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ അടിയന്തരമായി ആരംഭിക്കുമെന്നും MP ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. മൂവാറ്റുപുഴയിൽ ഈ ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന CTO ബിൽഡിങ്, അതോടൊപ്പം തന്നെയുള്ള മറ്റ് ക്വാർട്ടേഴ്സ്, പിന്നീട് വെള്ളൂർക്കുന്നത്തുള്ള ഒരു ക്യാമ്പസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് എല്ലാം കൂടി കൂട്ടിയാൽ ഏതാണ്ട് 10 ഏക്കറോളം വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം BSNLനും ഇല്ലെങ്കിൽ അതിൻ്റെ പേരൻ്റ് അതോറിറ്റി ആയിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ പോക്കുവരവ് നടക്കാത്തതിൻ്റെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോക്കുവരവ് നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് വിൽക്കുന്നതിന് പോലും കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാണ്, അല്ലെങ്കിൽ വാടകയ്ക്ക് സുഗമമായി കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഈ ബിൽഡിങ്ങുകൾ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള തരത്തിൽ ശരിയാവണ്ണമുള്ള കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ബിൽഡിങ് എങ്ങനെ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും BSNLന്റെ ഒരു പോളിസിയുണ്ട്, അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള നയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ, അവയ്ക്കാണ് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് പോകുന്നത്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നല്ല ടേൺ ഓവറുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വരെ ഈ സ്ഥാപനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നിലവിലുള്ള ഗൈഡ് ലൈൻസ് നിൽക്കുന്നത്. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കാര്യത്തിലൊക്കെ ഒരു നടപടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും സംയുക്ത യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ആവശ്യക്കാർക്ക് BSNL കെട്ടിടങ്ങൾ വാടകയ്ക്കോ ലീസിനോ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. ഈ പ്രോപ്പർട്ടികളുടെ ബാക്കി ഡോക്യുമെന്റേഷനുകളൊക്കെ പരിശോധിച്ചിട്ട് പറ്റുന്ന സാധിക്കുന്നവ നമ്മൾ ഈ മൂവാറ്റുപുഴയിൽ തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് വിളിക്കുകയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് അത് റെന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ശ്രമം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. അതിന് സാധിക്കാത്ത പക്ഷം കെട്ടിടങ്ങളും സ്ഥലങ്ങളും നഗരസഭ ഏറ്റെടുത്ത് പൊതുപ്രയോജനത്തിനായി വിനിയോഗിക്കാനുള്ള സാധ്യതകളും ഗൗരവമായി പരിശോധിക്കുമെന്നും അവർ വ്യക്തമാക്കി. സന്ദർശനത്തിൽ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിനു മടയ്ക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം, BSNL ജനറൽ മാനേജർ ജേക്കബ് PI, ഡെപ്യൂട്ടി ജനറൽ മാനേജർ കുഞ്ഞിക്കോയ, അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരായ സുരേഷ് MC, വീരേഷ്, ബീന P പണിക്കർ എന്നിവരും പങ്കെടുത്തു. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ്, മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.